Hey guys, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് തെർമോഡൈനാമിക്സിന്റെ ആദ്യത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ഇതിന് മുൻപുള്ള പാർട്സും ചാപ്റ്റേഴ്സും കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കാണുന്നതിന് മുമ്പ് തിയറി പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. സോ തെർമോഡൈനാമിക്സ് ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. A system is taken from A to C. A നിന്ന് സിയിലേക്കാണ് എത്തിക്കുന്നത്. ഓക്കെ, രണ്ട് പാത്ത് ഉണ്ട് അല്ലേ? എ ഡി സി ഇങ്ങനെയും പോകുന്നുണ്ട്, ഇങ്ങനെയും പോകുന്നുണ്ട്, ക്ലോക്ക് വൈസും പോകുന്നുണ്ട്, ആന്റി ക്ലോക്ക് വൈസും പോകുന്നുണ്ട്. എന്ന് എവിടെ എത്തിക്കുന്നു? സിയിൽ എത്തിക്കുന്നു. അതിൽ ഇന്റേണൽ എനർജി 10 ജൂൾ തന്നിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? എ ഡി സി ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കും. ഈ ഒരു എ ഡി സി എന്ന് പറയുന്ന പാത്താണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഹീറ്റ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ 50 ജൂളാണ്, വർക്ക് ഡൺ എന്നുള്ളത് 20 ജൂളാണ്. ഈ ഒരു പാത്താണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഹീറ്റ് അബ്സോർബ്ഡ് 36 ജൂളാണ്, വർക്ക് എന്താണെന്നാണ് ചോദ്യം. അപ്പോ എ ഡി സി ആണെങ്കിലും ശരി, എ ബി സി ആണെങ്കിലും ശരി, നമുക്കറിയുന്ന കാര്യം ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ പാത്ത് ഫംഗ്ഷൻ ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ എന്താ? പാത്ത് ഫംഗ്ഷൻ ആണ് അല്ലെ? അപ്പൊ ഏത് പാത്തിലും, സോറി, സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഐ എം എക്സ്ട്രീംലി സോറി, ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമുക്കറിയാം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ യു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, or what is delta u equal to ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ ക്യൂന് ഡി ക്യൂ എന്ന് എഴുതാം അല്ലെ? വേണമെങ്കിൽ അവർ പറഞ്ഞ പോലെ ഡി ക്യൂ മൈനസ് ഡി ഡബ്ല്യു എന്ന് എഴുതാം. അപ്പൊ ഡി ക്യൂ വൺ മൈനസ് ഡി ഡബ്ല്യു വൺ ഈക്വൽ ടു ഡി ക്യൂ ടു മൈനസ് ഡി ഡബ്ല്യു ടു എന്ന് എഴുതാം. കാരണം ഡി ക്യൂ മൈനസ് ഡി ഡബ്ല്യു കോൺസ്റ്റന്റ് ആണ്. ഡി ക്യൂ ഹീറ്റ് അബ്സോർബ്ഡ് 50 തന്നിട്ടുണ്ട്, മൈനസ് 20 ഈക്വൽ ടു 36 മൈനസ് ഡി ഡബ്ല്യു ടു എന്ന് വരും. 30 ഈക്വൽ ടു 36 മൈനസ് ഡി ഡബ്ല്യു ടു എന്ന് വരും. അപ്പൊ ഡി ഡബ്ല്യു ടു ഈക്വൽ ടു 36 മൈനസ് 30 എന്ന് വരും. ദാറ്റ് ഈസ് 6 എന്ന് കിട്ടും. 6 ജൂൾ ഈസ് ഓപ്ഷൻ ഡി. 6 ജൂൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണെന്നാണ് ചോദ്യം. ഹീറ്റ് അബ്സോർബ്ഡ് 2 കിലോ കലോറി, വർക്ക് ഡൺ 500 ജൂൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഡി ക്യൂ എന്ന് പറയുന്നത് 2 കിലോ കലോറി ആണ്, എന്ന് വെച്ചാൽ 2000 കലോറി ആണ്. ആൻസർ ജൂളിലായതുകൊണ്ട് കംപ്ലീറ്റ് എന്തിൽ കൺവേർട്ട് ചെയ്യുക? ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ 1 കലോറിനെ 4.2 ജൂൾ എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 into 4.2 8.4 into 10⁻³ ജൂൾ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 8400 ജൂൾ എന്ന് കിട്ടും. അതുപോലെ വർക്ക് ഡൺ അവർ തന്നിട്ടുണ്ട് 500 ജൂൾ തന്നിട്ടുണ്ട്. അപ്പൊ ഡി ക്യൂ ഈക്വൽ ടു എന്താ? ഡി യു പ്ലസ് ഡി ഡബ്ല്യു ആണ്. ഡി ക്യൂവിനെ 8400 എന്ന് കൊടുക്കുക, ഡി യു പ്ലസ് 500 എന്ന് കിട്ടും. അപ്പൊ ഡി യു ഈക്വൽ ടു എന്ത് കിട്ടും? 8400 മൈനസ് 500 7900 എന്ന് കിട്ടും. 7900 ജൂൾ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. സോ ഈ ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ഇത് ന്യൂമറിക്കൽ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിവിടെ സി പി മൈനസ് സി വി എന്താന്നാ ചോദ്യം അല്ലെ? വിനോ സി പി മൈനസ് സി വി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർ, ദാറ്റ് ഈസ് മേയേഴ്സ് റിലേഷൻ. മേയേഴ്സ് റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി പി മൈനസ് സി വി ഈക്വൽ ടു ആറ്. അതിൽ ആറിന്റെ വാല്യൂ 8.314 ആണ്. അത്രയും ജൂൾ പെർ മോൾ പെർ കെൽവിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പെർ മോൾ അല്ല പറയുന്നത്, പെർ യൂണിറ്റ് മാസ് എന്നാ പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ യു ഹാവ് ടു നോ, നമ്മൾ സ്മോൾ സി എന്ന് എഴുതാം. സി പി മൈനസ് സി വി ആർ അല്ല, R/m ആണ്. പെർ യൂണിറ്റ് മോൾ ആണെങ്കിൽ, സോറി, പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ സി പി മൈനസ് സി വി R/m, വേർ ക്യാപിറ്റൽ എം ഈസ് മോളാർ മാസ്. ക്യാപിറ്റൽ എം എന്താ? മോളാർ മാസ് ആണ്, അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ആണ്. ഓക്കെ, അത് പ്ലീസ് കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആയിരിക്കും.
ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആയിരിക്കും അതിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് CP/CV ഗാമ തന്നിട്ടുണ്ട് അല്ലെ. CP/CV ഈക്വൽ ടു ഗാമ തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്താണെന്നാ ചോദ്യം. വാട്ട് ഈസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇക്വേഷൻ? N × CV ΔT ആണ് അല്ലെ. NCV ΔT ആണ്. ഇതാണ് V1 V തന്നിട്ടുണ്ട്, V2 2V തന്നിട്ടുണ്ട്. അപ്പൊ N × CV എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് CV ഈക്വൽ ടു? CV ഈക്വൽ ടു യു ഹാവ് ടു നോ R/γ-1. CV ന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, R/γ-1 ആണ് ഇൻറ്റു ΔT. അതിൽ NR ΔT നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം P ΔV എന്ന് എഴുതാം. NR ΔT എന്ത് എഴുതാം? P ΔV എന്ന് എഴുതാം. ദാറ്റ് ഈസ് P × V2 - V1/γ-1 എന്ന് വരും. P × 2V - V/γ-1 എന്ന് വരും. You will get PV/γ-1. PV/γ-1 is option A. So delta U equal to PV/γ-1. ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? അടുത്ത ചോദ്യം. Okay, 1 mole gas requires 207 joule to raise of temperature of 10 Kelvin at constant pressure. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ 10 കെൽവിൻ റൈസ് ചെയ്യാൻ 207. 10 കെൽവിൻ ആണെങ്കിൽ റൈസ് ചെയ്യാൻ 207 ജൂൾ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 കെൽവിൻ റൈസ് ചെയ്യാൻ എത്രയായിരിക്കും? 20.7 ജൂൾ പോരെ. 1 കെൽവിൻ റൈസ് ചെയ്യാൻ 20.7 ജൂൾ പോരെ. 1 മോൾ സബ്സ്റ്റൻസ് 1 ഡിഗ്രി കെൽവിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ട ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? CP. 1 മോൾ സബ്സ്റ്റൻസ് 1 കെൽവിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് CP. അപ്പൊ നമ്മൾ ജൂൾ എഴുതിയെങ്കിലും നമ്മൾ പെർ കെൽവിൻ പെർ മോൾ ഒക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് CP can be written as 20.7. And we know what is CP minus CV equal to R ആണ് അല്ലേ. That is 20.7 minus CV എന്ന് വെച്ചാൽ എന്താ? 8.314 എന്ന് എടുക്കാം. Or CV equal to 20.7 minus 8.3 ചെയ്യുമ്പോൾ 12.4 എന്ന് കിട്ടും. CV equal to 12.4 എന്ന് വെച്ചതിന് അർത്ഥം എന്താ? 1 മോൾ സബ്സ്റ്റൻസ് 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യാൻ എത്ര ജൂൾ ആവശ്യമുണ്ട്? 12.4 ജൂൾ ആവശ്യമുണ്ട് അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലെ. അറ്റ് കോൺസ്റ്റന്റ് വോളിയം അതല്ല അതിന്റെ അർത്ഥം. 1 മോൾ സബ്സ്റ്റൻസ് 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യാൻ 12.4 ജൂൾ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം 1 മോൾ സബ്സ്റ്റൻസ് 10 കെൽവിൻ ഇൻക്രീസ് ചെയ്യാൻ എത്ര ജൂൾ ആവശ്യമുണ്ട്? അപ്പൊ 10 കെൽവിൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അറ്റ് കോൺസ്റ്റന്റ് വോളിയം 12.4 × 10 ചെയ്താൽ മതി. 124 ജൂൾ ആയിരിക്കും. സോ 124 ജൂൾ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം. ൽ ചോദിച്ച ചോദ്യമാണ്. സിലിണ്ടർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് എ പ്രഷർ 249 kPa. പ്രഷർ 249 kPa എന്ന് വെച്ചാൽ ഇൻറ്റു 10⁻³ പാസ്കൽ ആണ്. ടെമ്പറേച്ചർ എന്ത് തന്നിട്ടുണ്ട്? 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 300 കെൽവിൻ ആണ്. എന്താ ചോദ്യം? ഡെൻസിറ്റി. ആൻഡ് വി നോ P equal to ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി എന്തായിരുന്നു? ρRT/m. ഓർ ρ equal to എന്ത് എഴുതാം? PM/RT എന്ന് എഴുതാം. ρ equal to PM/RT അല്ലേ. പിന്നെന്ത് തന്നിട്ടുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് എന്നാ പറയുന്നത്. സോ പ്രഷർ ഈക്വൽ ടു മാസ്. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസിന്റെ മാസ് എത്ര എടുക്കാം? മോളിക്കുലർ മാസ് 2 ഗ്രാം എടുക്കാം. സോ പ്രഷറിനെ 249 × 10⁻³ എന്ന് എഴുതി. ഓക്കെ, 2 ഗ്രാം എന്ന് വെച്ചാൽ എന്താ? ഇൻറ്റു 10⁻³ കിലോഗ്രാം. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇൻറ്റു 10⁻³ കിലോഗ്രാം. ഡെൻസിറ്റി കിലോഗ്രാമിലാണ് നമുക്ക് ആവശ്യം. കിലോഗ്രാമിലാണ് ഒക്കെ തന്നിരിക്കുന്നത്. സോ ഡിവൈഡഡ് ബൈ R ഈക്വൽ ടു നമുക്ക് 8.3 എന്ന് എടുക്കാം. ടെമ്പറേച്ചർ 300 എന്ന് കിട്ടും. 10⁻³ 10⁻³ ക്യാൻസൽ ആകും. യു വിൽ ഗെറ്റ് 249 × 2 by 8.3 × 3 × 100 എന്ന് എഴുതി. 249 by 8.3 × 3 എത്രയാ?
24.9 into 1/100 എന്ന് കിട്ടും 2/100 that is equal to 20/100 എന്ന് കിട്ടും അല്ലെ ഇത് ക്യാൻസൽ ആകുമ്പോൾ 20/100 0.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും 0.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം two cylinders A and B equal capacity connected to each other via stopcock. A contains an ideal gas and B contains and a pressure B is completely evacuated. A എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ട് ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് B ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുന്ന വാക്വം ആണ് the entire system is thermally insulated എന്ന് വെച്ചാൽ no heat flow അപ്പൊ നമ്മൾ ഈ തെർമലി ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ അഡയബാറ്റിക് എന്ന് വിചാരിച്ച് പലരും അഡയബാറ്റിക് എന്ന് കുത്തും ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ കീമിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കീം 2021 ഈ ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നീറ്റിന് ചോദിച്ചു അതിന് മുൻപത്തെ വർഷം ജെയ്ക്ക് ചോദിച്ചു അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഫ്രീ എക്സ്പാൻഷൻ ആണ് ഒരു ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ അവിടെ ടെമ്പറേച്ചർ ആയിരിക്കും കോൺസ്റ്റന്റ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും ടെമ്പറേച്ചർ ആയിരിക്കും കോൺസ്റ്റന്റ് ഐസോതെർമൽ ആണ് പറയുന്നത് എന്താ ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഒരു തെർമലി ഇൻസുലേറ്റഡ് വെസൽ എടുത്തു എന്ന് വിചാരിക്കുക ഓക്കെ ഇതില് നമ്മൾ ഒരു പാർട്ടീഷൻ ചെയ്തു എ ബി എന്ന് പറഞ്ഞ് എയിൽ എന്തുണ്ട് എ എന്ന് പറയുന്നതിൽ ഐഡിയൽ ഗ്യാസും ബി എന്ന് വെച്ചാൽ വാക്വം ആണ് നോ ഗ്യാസ് അപ്പൊ നിങ്ങൾ ഇവിടെ സഡൻലി ഒന്ന് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യും ദിസ് ഗ്യാസ് വിൽ എക്സ്പാൻഡ് സഡൻലി അല്ലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ വിളിക്കുന്ന പേരാണ് എന്ത് ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ വിളിക്കുന്ന പേര് ഫ്രീ എക്സ്പാൻഷൻ അപ്പൊ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ there is no work has to be done against vacuum അല്ലെ കാരണം ഈ ഒരു ബി എന്ന് പറയുന്ന ചാമ്പർ വാക്വം ആണ് വാക്വത്തിന് അഗേൻസ്റ്റ് എന്തില്ല വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അവിടെ ഡെൽറ്റ ഡബ്ല്യു എന്തായിരിക്കും 0 ആയിരിക്കും ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് 0 ആയിരിക്കും ഓൾറെഡി ഇൻസുലേറ്റഡ് എന്ന് പറയുന്നതുകൊണ്ട് ഡെൽറ്റ ക്യൂവും 0 അപ്പൊ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് അപ്പൊ ഡെൽറ്റ യു നിങ്ങൾക്ക് എന്ത് കിട്ടും 0 എന്ന് കിട്ടും ഓർ u2 minus u1 equal to 0 എന്ന് കിട്ടും or u2 equal to u1 എന്ന് കിട്ടും which means t2 should be equal to t1 okay so ഒരു അഡയബാറ്റിക് ആണ് എന്നാ പിന്നെ ഫ്രീ എക്സ്പാൻഷൻ നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത് ഐസോതെർമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാരണം അവിടെ വർക്ക് കൂടി എന്താണ് 0 ആണ് ഓക്കെ അടുത്ത ചോദ്യം in which of the following process heat is neither absorbed nor released heat absorb ചെയ്യുന്നില്ല release ചെയ്യുന്നില്ല simply എന്ത് പ്രോസസ് ആയിരിക്കും അഡയബാറ്റിക് പ്രോസസ് ആണ് heat absorption ഇല്ല release ഇല്ല എന്നെങ്കിൽ അഡയബാറ്റിക് അല്ലേ അടുത്ത ചോദ്യം ഈ ഒരു ചോദ്യം നോക്കാം ഒരു മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് പറയുമ്പോൾ തന്നെ ഗാമന്റെ വാല്യൂ 5/3 ആണെന്ന് ഓർത്ത് വെക്കുക ഗാമ 5/3 ആയിരിക്കും ടെമ്പറേച്ചർ ടി ഗ്രാഫ് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആണ് ആണെങ്കിൽ അതിനർത്ഥം എന്താ ഐസോബാറിക് പ്രോസസ് അല്ലെ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ ബൈ ഹീറ്റ് അബ്സോർബ്ഡ് ഇതാണ് ചോദ്യം dw/dq and we know dw എന്ന് വെച്ചാൽ എന്താ p delta v ആണ് വർക്ക് ഡൺ എന്ന് വെച്ചാൽ p delta v ആണ് ആൻഡ് dq എന്ന് വെച്ചാൽ ncp delta t ഇതിലെ കിട്ടുന്നത് അപ്പൊ p delta v നെ നമുക്ക് nr delta t എന്ന് എഴുതാം p delta v നെ nr delta t എന്ന് എഴുതാം by ncp delta t എന്ന് കിട്ടും you will get r/cp എന്ന് കിട്ടും r/cp that is r by okay cp എന്താ cp മോണോറ്റോമിക് cp 5/2 r അല്ലേ മോണോറ്റോമിക്കിന്റെ cp എന്ന് പറയുന്നത് എന്താ 5/2 r ആണ് അപ്പൊ r ക്യാൻസൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും 2/5 എന്ന് ഉത്തരം കിട്ടും 2/5 എന്ന് ഉത്തരം കിട്ടും ഓപ്ഷൻ എ ഓക്കെ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് എത്തി അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പാർട്ട്
സോ ഈ ഒരു ചോദ്യം നോക്കാം. ദി തെർമോഡൈനാമിക് പ്രോസസ് ഇൻഡിക്കേറ്റഡ്. അല്ലെ, ഏതൊക്കെ പ്രോസസ് എന്തൊക്കെയാന്ന ചോദ്യം. ഇപ്പൊ ഇവിടെ പ്രഷർ വോളിയം ഗ്രാഫ് ആണ്. അപ്പൊ അതില് പ്രോസസ് 1 ഏതാ പ്രോസസ് 1? ഇതല്ല IF അല്ലേ. ഇതാണ് നമ്മുടെ പ്രോസസ് 1. ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രോസസ് വോളിയം കോൺസ്റ്റന്റ്. അപ്പൊ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഐസോകോറിക് ആയിരിക്കും. ഒന്നാമത്തെ പ്രോസസ് ഐസോകോറിക് ആണ് അല്ലെ. സോ PC എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകളിൽ എയും ബി. ഇനി പ്രോസസ് 2 ഇതാണ് പ്രോസസ് 2. ഇങ്ങനെ വരുന്നുണ്ട്. രണ്ടാമത്തെ പ്രോസസ്സ്, ഇത് മൂന്നാമത്തെ പ്രോസസ്സ്, ഇത് നാലാമത്തെ പ്രോസസ്സ്. അപ്പൊ അതിൽ പ്രോസസ് 2, 3 അവിടെ നിൽക്കട്ടെ. പ്രോസസ് 4 എന്താ? കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ. പ്രോസസ് 4 എന്ന് വെച്ചാൽ ഐസോബാറിക് ആയിരിക്കും. SB ആയിരിക്കും. SB വരുന്നത് ഈ ഓപ്ഷനിൽ വരുന്ന SB അല്ലെ. PC SB വരുന്ന ഓപ്ഷൻ A അല്ലേ. അപ്പൊ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? ഇതെന്തായിരിക്കും? അഡയാബാറ്റിക് ആയിരിക്കും അല്ലെ. അഡയാബാറ്റിക്കിനായിരിക്കും സ്ലോപ്പ് കൂടുതൽ കമ്പയറിംഗ് ടു ഐസോതെർമൽ. അപ്പൊ 3 എന്ന് പറയുന്നത് ഐസോതെർമൽ ആയിരിക്കും. 3 എന്ന് പറയുന്നത് എന്താ? ഐസോതെർമൽ ആണ്. സോ R goes to D. R എന്ന് വെച്ചാൽ D ആണ്. പ്രോസസ് 4 ഈസ് അഡയാബാറ്റിക്. 4 അല്ല, പ്രോസസ് 2. പ്രോസസ് 2 അഡയാബാറ്റിക്. 2 എന്ന് പറയുന്നത് അഡയാബാറ്റിക് ആണ്. അപ്പൊ Q എന്ന് വെച്ചാൽ A എന്ന് കിട്ടും. ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇത് എക്സ്പാൻഷൻ ആണല്ലേ. കംപ്രഷൻ ആണെങ്കിൽ എങ്ങനെ വരിക? കംപ്രഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക? കംപ്രഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഒരു PV ഡയഗ്രത്തിന്റെ അഡയാബാറ്റിക് കംപ്രഷൻ. ഓക്കെ, കംപ്രഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ഇതാണ് നമ്മുടെ ഐസോബാർ, ഇത് ഐസോകോർ. മുകളിലുള്ള ആളാണ് അഡയാബാറ്റിക്. മുകളിലുള്ള ആളാരാ? അഡയാബാറ്റിക്. എപ്പോഴും അഡയാബാറ്റിക് ഐസോബാറിന്റെ അടുത്തായിരിക്കും ആലോചിച്ചാൽ മതി. ഐസോതെർമൽ ഐസോകോറിന്റെ അടുത്തായിരിക്കും ആലോചിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. കംപ്രഷൻ ആണെങ്കിൽ അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തെർമോഡൈനാമിക്സിന്റെ 2 സെഷൻസ് കൂടി ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് സെഷൻ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കാണാം. അതൊരു ബൈ, സി യു, ടേക്ക് കെയർ.